ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. അത്ഭുതകരമായ ഒരു എഞ്ചിൻ ഇന്ത്യ വികസിപ്പിച്ചിരിക്കുകയാണ്. കൂറ്റൻ ഡ്രോണുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ഒരു വികസനം നടത്തിയിരിക്കുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഈ എഞ്ചിനെ എന്താണ് ഇത്രമാത്രം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലാകുകയാണ് ഇതിൻ്റെ വാർത്ത എന്ന് പറയുന്നത്. ഇതിന് ഇത്രമാത്രം പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? 2 ടണ്ണോളം വരുന്ന കൂറ്റൻ ഡ്രോണുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പിസ്റ്റൺ എഞ്ചിൻ ഇന്ത്യയുടെ സ്വകാര്യ കമ്പനിയായ റാഫേ എംഫിർ വികസിപ്പിക്കുകയും അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഈ എഞ്ചിൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് വലിയ ഭാരം ഉള്ള, അതായത് ആയുധങ്ങളും നിരീക്ഷണ ഉപകരണങ്ങളും, അതായത് ISR ഇന്റലിജൻസ് ഗ്യാതറിംഗ്, റെക്കോണിസൻസ്, സർവൈലൻസ് തുടങ്ങിയ വിവിധ നിരീക്ഷണത്തിന്റെ വിവിധ ആസ്പെക്റ്റുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാരമേറിയ ഉപകരണങ്ങളും ഒക്കെ വഹിക്കുന്ന ഡ്രോണുകൾക്ക് നിസ്സാരമായിട്ട് ആകാശത്തിൽ പറന്നുയരാനും അതിന് വളരെ ദൂരം സഞ്ചരിക്കാനും അതിന് ശക്തി പകരുന്ന ഒരു എഞ്ചിൻ ഒരു ഇന്ത്യൻ കമ്പനി വികസിപ്പിച്ചെടുത്തു എന്നത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിന് വാർത്താ പ്രാധാന്യം ലഭിക്കാനുള്ള കാരണവും. ഈ എഞ്ചിന് 335 ഹോഴ്സ് പവർ, അതായത് 250 കിലോ വാട്ട് ശക്തി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഈ സാധാരണഗതിയിൽ 1.5 ടൺ ഭാരമുള്ള ഒരു ഡ്രോണിന് 80 തൊട്ട് 150 വരെ ഹോഴ്സ് പവർ ഉള്ള ഒരു എഞ്ചിൻ മാത്രം മതിയാവും. ആ സ്ഥാനത്ത് ഇത് 335 ഹോഴ്സ് പവർ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോൺ ആണ് തുർക്കിയുടെ ബൈറക്ടർ TB2. ആ ബൈറക്ടർ TB2വിന്റെ എഞ്ചിൻ റോട്ടാക്സ് എഞ്ചിൻ എന്ന എഞ്ചിനാണ്. ആ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശക്തി 110 ഹോഴ്സ് പവർ ആണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മെയിൽ ഡ്രോണിന് ഒരു 80 മുതൽ 150 വരെ അതിന്റെ ഭാരം അനുസരിച്ച് ഹോഴ്സ് പവർ ഉള്ള ഒരു എഞ്ചിൻ മാത്രം മതിയാവും. ഇത് 335 ഹോഴ്സ് പവർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനേക്കാളൊക്കെ വലിയ ഭാരമുള്ള, അതായത് ഈ ബൈറക്ടർ TB2വിന്റെ ഭാരം ഏതാണ്ട് 1 ടണ്ണിന് താഴെയാണ്. 930 കിലോ ഒക്കെയാണ്. അതുപോലെ തന്നെ ഇന്ത്യ 2 ഡ്രോണുകൾ, ആദ്യം ഒരു ഡ്രോൺ വികസിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് തപസ് BH എന്നാണ് പേര്, തപസ് BH-201. തപസ് ഡ്രോണ് ഏതാണ്ട് 1.8 ടൺ ഭാരമുള്ള ഒരു ഡ്രോണാണ്. ആ ഡ്രോൺ പലപ്പോഴും വർഷങ്ങൾ നമ്മൾ പരിശ്രമിച്ച് ആ ഡ്രോൺ നിർമ്മിച്ചു, ഡ്രോൺ പറത്തി, ഫ്ലൈറ്റ് ടെസ്റ്റുകളിൽ പലതും വിജയിച്ചു. പക്ഷെ പിന്നീട് ഈ ഡ്രോൺ പലപ്പോഴും 30,000 അടി ഉയരത്തിൽ എത്തണം എന്ന് പ്രതീക്ഷിച്ച ഡ്രോണ് പലപ്പോഴും 24,000 അടിയൊക്കെ ഉയരത്തിൽ വരെ എത്തുന്നുള്ളൂ. അതിന് മുകളിലോട്ട് പോകാനുള്ള ശക്തി അതിനില്ല. കാരണം എഞ്ചിന്റെ പ്രശ്നം തന്നെയായിരുന്നു. അതിലുപയോഗിച്ചുകൊണ്ടിരുന്ന എഞ്ചിന് ഏതാണ്ട് 170 ഹോഴ്സ് പവർ ഉള്ള എഞ്ചിനാണ്. അതിന് ഇത്രയും ഭാരം വഹിച്ചുകൊണ്ട് മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നീട് ഇന്ത്യ 180 തൊട്ട് 220 ഹോഴ്സ് പവർ വരെയുള്ള ഒരു എഞ്ചിൻ, ഇന്റേണൽ കമ്പഷൻ എഞ്ചിനാണ്, 2 സ്ട്രോക്ക് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ഇന്ത്യ സ്വന്തമായിട്ട് അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഉപയോഗിച്ച് വരുന്ന ദിവസങ്ങളിൽ ഇനി അത് പറത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇനിയുള്ള ശ്രമം. അതേ എഞ്ചിൻ തന്നെ ആയിരിക്കും ഇതൊരു നിരീക്ഷണ ഡ്രോൺ ആണ് ഈ തപസ്. ആർച്ചർ NG എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ആക്രമണ ഡ്രോണും നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിനും ഏതാണ്ട് 1600 കിലോ, അതായത് 1.6 ടൺ ആയിരിക്കും ഭാരം. ആ ഡ്രോണും ഈ പറയുന്ന 220 ഹോഴ്സ് പവറിന്റെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ DRDO ഒക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എഞ്ചിന്റെ ശക്തിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സ്വകാര്യ കമ്പനി വികസിപ്പിച്ചിരിക്കുന്നതിന് 335 ഹോഴ്സ് പവറുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ തപസോ അല്ലെങ്കിൽ ആർച്ചറോ ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന എഞ്ചിനേക്കാൾ എത്രയോ ശക്തിയുള്ള ഒരു എഞ്ചിനാണ് ഈ കമ്പനി വികസിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. DRDO വർഷങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു എഞ്ചിൻ ഒരു സ്വകാര്യ കമ്പനി വളരെ വേഗത്തിൽ
നിർമ്മിച്ചിരിക്കുന്നു. അവർക്ക് വിദേശ സഹായം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് ചില കാര്യങ്ങളിൽ പിന്നെ ഫ്രാൻസിലെ സഫ്രാൻ, അതായത് ജെറ്റ് എഞ്ചിൻ മാനുഫാക്ചറായ സഫ്രാനുമായിട്ട് അവർ സഹകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ടെക്നോളജി പൂർണ്ണമായിട്ടും ഇന്ത്യൻ ടെക്നോളജി ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്ത ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നും കമ്പനി അവകാശപ്പെടും. ഇതില് ഈ വളരെ ഭാരമേറിയ പേലോഡുകൾ, അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് 30,000 ഒരു 35,000 അടിയൊക്കെ നിസ്സാരമായിട്ട് ഈ എഞ്ചിൻ ഉപയോഗിച്ചാൽ പറക്കാൻ പറ്റും. അതുപോലെ ഉയർന്ന പ്രതലങ്ങളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ കൂടുതൽ ശക്തി ആവശ്യമുണ്ട്. വായുവിന്റെ സാന്നിധ്യം കുറവുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ തന്നെ ഈ എഞ്ചിൻ അതീവ കാര്യക്ഷമതയോടുകൂടി അത്തരം സാഹചര്യങ്ങളിലും പ്രവർത്തിക്കും എന്നാണ് ഈ കമ്പനി പറയുന്നത്. അപ്പോ വലിയ പേലോഡ് എന്ന് പറയുമ്പം നമുക്ക് കൂടുതൽ ആയുധങ്ങൾ ഡ്രോണിന് വഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു മെച്ചം. പിസ്റ്റൺ എഞ്ചിൻ ഇത് ചില പരിമിതികളും പിസ്റ്റൺ എഞ്ചിനുണ്ട്. ഈ പിസ്റ്റൺ എഞ്ചിൻ 2 സ്ട്രോക്ക് പിസ്റ്റൺ എഞ്ചിൻ ഉപയോഗിച്ചാൽ വൈബ്രേഷൻ ഉണ്ടാവും. വൈബ്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ നിരീക്ഷണ ക്യാമറകളുടെ സെൻസറുകൾക്ക് ശരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റാതെ വരും. ഇമേജ് സ്റ്റെബിലൈസേഷന് പ്രശ്നമുണ്ടാകും. ഇലക്ട്രോണിക്സ് സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകും എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ കമ്പനി പറയുന്നത് ഈ എഞ്ചിന് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും, കമ്പനി സ്വന്തമായിട്ടൊരു ഡ്രോൺ നിർമ്മിക്കുകയാണ്, എഞ്ചിൻ മാത്രമല്ല. അപ്പൊ അവര് നിർമ്മിക്കുന്ന ഡ്രോണിൽ ഈ എഞ്ചിൻ ഘടിപ്പിച്ച് അവർ വിജയകരമായിട്ട് വരുന്ന മാസങ്ങൾക്കുള്ളിൽ അത് പറത്തും എന്നാണ് അവര് പറയുന്നത്. ഇന്ത്യ ഇപ്പോ 87 ഡ്രോണുകൾ ഇന്ത്യൻ ട്രൈ സർവീസസ്, അതായത് ആർമിക്കും നേവിക്കും എയർഫോഴ്സിനുമായിട്ട് 87 ഡ്രോണുകൾ, മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോണുകൾ നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡർ കൊടുത്തിട്ടുണ്ട്. അതിൽ പല ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ റാഫേ എംഫിർ. അപ്പോ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ എഞ്ചിൻ സ്വയം നിർമ്മിച്ചത് തീർച്ചയായിട്ടും അവർക്കൊരു മേൽക്കൈ ഈ മത്സരത്തിൽ കൊടുക്കും എന്നാണ് കരുതപ്പെടുന്നത്. എഞ്ചിൻ കൊണ്ട് മാത്രമായില്ല, ഡ്രോണിന്റെ ഏവിയോണിക്സ്, നാവിഗേഷൻ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷെ എങ്കിലും അതിന്റെ നട്ടെല്ലാണ് ഈ എഞ്ചിൻ. ഒരു വിമാനത്തിന്റെ ആയാലും ഒരു ഡ്രോണിന്റെ ആയാലും ഒക്കെ നട്ടെല്ല് അതിന്റെ എഞ്ചിനാണ്. അപ്പൊ ആ എഞ്ചിൻ ഈ കമ്പനി പിന്നെ വിജയകരമായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ഉള്ളത് തീർച്ചയായിട്ടും അവർക്ക് ഈ മത്സരത്തിൽ ഒരു മുൻകൈ കൊടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോ ഈ പിന്നെ ഈ എഞ്ചിൻ ഒരുപക്ഷെ ആർച്ചറിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു ഡ്രോണൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള എഞ്ചിൻ, അതിന്റെ പിന്നെ ഡയമെൻഷൻസ് ഉണ്ട്, അതിന്റെ വലിപ്പം, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പിന്നെ കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ എഞ്ചിൻ ആർച്ചറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിൽ പോലും ഞാനിതിന്റെ ഒരു മെച്ചമായിട്ട് കാണുന്നത്, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഒരു നിരീക്ഷണ ഡ്രോൺ ഉണ്ടാക്കാൻ നോക്കിയിട്ട് അതിന് ഭാരം കൂടുതലാണ്, എഞ്ചിന് ത്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, അതിന് പറ്റിയത്ര എഞ്ചിൻ കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ള പരാതിയും പരിഭവങ്ങളും സർക്കാർ സ്ഥാപനമായ DRDO വർഷങ്ങളായിട്ട് പ്രകടിപ്പിക്കുന്നു. അതുപോലെ 2025 ഈ ആർച്ചർ ഡ്രോണെങ്കിലും ശരിയാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. ആർച്ചറും ഇതുവരെ വേണ്ട രീതിയിൽ അത് ഒരു ഫ്ലൈറ്റ് ടെസ്റ്റുകളൊക്കെ നടന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ വെപ്പൺ ക്യാരിയിങ് ടെസ്റ്റുകളൊന്നും നടന്നിട്ടില്ല ശരിയായ രീതിയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷണലൈസേഷനും ഒക്കെ 2030 ആകും. അപ്പം വളരെ വേഗത്തിൽ ചെറിയ സ്വകാര്യ കമ്പനികൾ ഇത്തരം എഞ്ചിനൊക്കെ വികസിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളുടെ ആ ഒരു മെല്ലപ്പോക്ക് നയവും അവരുടെ പിന്നെന്താണ് കാട്ടിലെ തടി തേവരുടെ ആന വെട്ടടാ വെട്ട എന്നുള്ള ഒരു പറ്റുന്ന പോലൊക്കെ ആകാം. ഹിന്ദിയിൽ ഈ ചൽത്താ ഹേ, അതായത് ഇതും അങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് എല്ലാത്തിനും ഒരു ഡെഡ് ലൈൻ ഉണ്ട്, എല്ലാത്തിനും ഒരു അച്ചടക്കമുണ്ട്. ഒരു സമയം പറഞ്ഞ ആ കൃത്യമായ സമയത്ത് ഈ കാര്യങ്ങൾ നടന്നിരിക്കും എന്ന് തെളിയിക്കുന്ന സ്വകാര്യ കമ്പനികളിലൂടെ വന്നിരിക്കും. നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന ഈ ശാപം ഇതൊക്കെ അങ്ങ് മുറയ്ക്ക് നടക്കും. അതൊക്കെ നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയുന്ന പോലെ 5 കൊല്ലം കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ 15 കൊല്ലമായാലും അത് ഉണ്ടാകത്തില്ല എന്നുള്ള സ്ഥിതി. ഇടയ്ക്ക് സർക്കാരിന്റെ കാശ് തിന്നു മുടിക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്.
പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് തന്നെ കാര്യങ്ങൾ നടന്നിരിക്കും. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ ഇത് നമ്മുടെ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ്, അതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ്, രണ്ട് തരത്തിലുള്ള ഡ്രോണുകൾക്കും ഇത്തരം എഞ്ചിനുകൾ ആവശ്യമുണ്ട്. ഹൈ ത്രസ്റ്റ് കൊടുക്കുന്ന എഞ്ചിനുകൾ ഇപ്പൊ 2-3 തരത്തിലുള്ള എഞ്ചിൻ ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട്. ടർബോഫാൻ എഞ്ചിൻ ഉണ്ട്, പിസ്റ്റൺ 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് എഞ്ചിനും ഇപ്പോൾ ഉണ്ടാക്കുമായിരിക്കാം, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ടർബോ ജെറ്റ് എഞ്ചിന്. അപ്പൊ പല തരത്തിലുള്ള ഡ്രോണുകൾക്ക് ഇത് പല രീതിയിലാണ്. ഇപ്പം ഈ പറയുന്ന പിസ്റ്റൺ എഞ്ചിൻ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഗുണമെന്നത് അത് ദീർഘനേരം പറക്കാൻ പറ്റും. കൂടുതൽ ഒരു നമ്മൾ ഈ കുറഞ്ഞ ഇന്ധനം കൊണ്ട് കൂടുതൽ ദൂരം കവർ ചെയ്യാൻ പറ്റും. ടർബോ ജെറ്റ് എഞ്ചിൻ ആണെങ്കിൽ കുറച്ചുകൂടി വലിയ വേഗതയിൽ പോകാൻ പറ്റും. അപ്പൊ ഓരോ ആവശ്യത്തിനുമുള്ള പലതരത്തിലുള്ള ഡ്രോണുകൾക്ക് പലതരത്തിലുള്ള എഞ്ചിൻ എന്നുള്ള അത് ഓരോ കാറ്റഗറിയിലുമുള്ള എഞ്ചിനുകൾ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോഴാണ് ആത്മനിർഭരത അല്ലെങ്കിൽ ശരിയായ അർത്ഥത്തിൽ സ്വയം പര്യാപ്തയിൽ എത്തുന്നത്. ഇന്ത്യ ഏതായാലും വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ കൂടുതൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് ഇതെല്ലാം നൽകുന്നത്. നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ടർബോഫാൻ, ടർബോജെറ്റ് എഞ്ചിനുകളുടെ ഒരുപാട് വിവരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പിസ്റ്റൺ എഞ്ചിൻ പ്രൊപ്പൽഷന്റെ ഒരു വിശദാംശങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരുന്നതിനെ തോന്നുമ്പോൾ അത് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നന്ദി.